പ്രതീക്ഷകളും പുത്തൻ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ തോതിലൊരു താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വന്നിട്ടുള്ള ചടങ്ങാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഹലോ ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും. എനിക്ക് പല രാജ്യങ്ങളിൽ നിന്നും ഫോളോവേഴ്സ് വരുന്നുണ്ട്. എനിക്ക് അവരുടെ ഭാഷകളൊന്നും അറിയില്ലെങ്കിലും ഞാനും അവരുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ഭാഷകളിൽ ഇവളെന്താ ഈ പറയുന്നതെന്ന് പോലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഈ ഒരു ഇത് കണ്ടിട്ട് അവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ കൂടെ പണ്ടേ നമ്മുടെ കൂടെ നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയത്തിൽ നിറഞ്ഞൊരു താങ്ക്സ്. ഇന്ന് കർക്കിടകം 1 കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാനുള്ളത്, ജൂലൈ 4 തീയതിയായിരുന്നു മാമൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ട്രെൻഡ്സ് നിന്നാണ് ഈ ലോങ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ആദ്യം ഈ ഒരു ടോപ്പ് എടുത്തപ്പം വേണോ വേണ്ടോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. ഈ ഒരു കളർ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണെന്നൊന്ന് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അധികം ആരും കണ്ടില്ലാത്ത അല്ലെങ്കിൽ ആരും ഇടാത്ത ഒരു കളറും കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓർമ്മകളുടെ ദിവസമായിരിക്കും. പിന്നിലോട്ടേക്ക് നോക്കും. കാരണം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതും ഇതേ സെയിം പ്ലേസ് എന്ന് വെച്ച് സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് കൊച്ചങ്കളുടെ ഭാര്യയും മോളുമാണ്, സിനു ചേച്ചിയാണ് അമ്മയ്ക്കായിട്ട് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ കസിൻസും അവരെല്ലാവരും കൂടി സംസാരിക്കുന്നത്. മോളുടെ ഇത് 2ാമത്തെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇട്ട ഡ്രസ്സ് ഞാൻ കുറച്ച് ഫുഡ് കൊടുത്തപ്പോൾ എല്ലാം നനഞ്ഞ് അങ്ങനെ അത് മാറ്റിയതാണ്. പിന്നെ ഇവരുടെ കസിൻസ് മാത്രമായിട്ടുള്ളൊരു ഫോട്ടോ. കസിൻസ്മാരുടെ ഫോട്ടോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവർക്കൊരു കാര്യമുണ്ട് കേട്ടോ. ആരുടെ ഇപ്പം നമ്മുടെ കല്യാണത്തിനും അങ്ങനെ തന്നെയായിരുന്നു. കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് കസിൻസ് മാത്രമായിട്ട് ഫോട്ടോ എടുക്കണം. അവിടെ കല്യാണം കഴിഞ്ഞ് വന്നവരും കല്യാണം കഴിഞ്ഞ് വന്ന ചെക്കന്മാരായാലും പെണ്ണുങ്ങളായാലും അവർ ആരും ഇവരെ അടുപ്പിക്കില്ല. അതെന്ത് കാരണം എന്ന് വെച്ചാൽ അവർ കസിൻസ് മാത്രമായിട്ടൊരു ഫോട്ടോ എടുക്കണം. അതിനൊക്കെ ഒരു ബ്രേക്കപ്പ് ഇന്ന് കണ്ണൻ്റെ ഒരു കല്യാണത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ ചോറ് നിറഞ്ഞ നെയ്ച്ചോറും ചിക്കനും പിന്നെ അതുപോലെ അച്ചാറും തൈരൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോഷൂട്ടും കുട്ടികളുടെ ഡാൻസും ഒക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നേ. അവർക്ക് എന്ത് പാട്ട് കേട്ടാലും ഡാൻസ് കളിക്കും. അവിടെ മെലഡി സോങ് വെച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ പാസ് സോങ് വന്നപ്പോഴാണ് ഒന്ന് അവൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അവൾ ഡാൻസ് ഉണ്ട്, നമ്മൾ എൻജോയ്. ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടേതായ ഒരു ലോകത്തേക്ക് നമ്മളെല്ലാവരും കലാപരിപാടികളായിട്ട് മുന്നോട്ട് പോയത്. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണല്ലേ. ഫാമിലി കല്യാണം കാര്യങ്ങളൊക്കെ. കസിൻസുമായിട്ടുള്ളൊരു ഫോട്ടോസിൻ്റെ അടുത്ത് നമ്മളെ കൂട്ടില്ലെങ്കിലും ഈ ഒരു കല്യാണത്തിൽ നമ്മൾ എല്ലാവരും, കസിൻസ് മാത്രമല്ല എല്ലാവരുമായിട്ടാണ് നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ ഈ ഒരു കമ്മൽ ഞാൻ കാണിച്ചത് വേറെ ഒന്നുമല്ല, അരുണേട്ടൻ ഞാൻ പോവാതെ തന്നെ എനിക്ക് വാങ്ങിച്ചൊരു കമ്മലാണ്. അത് ഡ്രസ്സിന് മാച്ചായിട്ട് തന്നെ വാങ്ങിത്തന്നു. പിന്നെ നാത്തൂനും ഞാനും മാച്ചായിട്ട് ഇട്ടതല്ല, പക്ഷേ നമ്മൾ ഇട്ടപ്പോൾ മാച്ചായിപ്പോയി. ചേച്ചിയും പുതിയത് എടുത്തത് ഞാൻ എടുക്കുന്നതിന് മുന്നേ ഓർഡർ ചെയ്തായിരുന്നു. ഓൺലൈനിൽ നിന്നായിരുന്നു ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മോള് സ്റ്റേജിന് മുകളിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവളെ തിരിച്ച് വിളിച്ചപ്പോൾ അവൾ വരാൻ കുറേ പ്രയാസമായിരുന്നു, വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമുക്കതൊരു വലിയൊരു ഫംഗ്ഷനായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾ അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല ഒരു സിമ്പിളായിട്ടാണെങ്കിലും നല്ലൊരിതാണ്. എനിക്ക് നമ്മുടെ ഫാമിലി കല്യാണം വന്നു കഴിഞ്ഞാൽ എപ്പോഴും എവിടെയാണെങ്കിലും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇതാ മാമൻ്റെ ഫാമിലി കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ജിനി ചേച്ചിയെ ടാറ്റ പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതാണ് ഈ ഒരു ബഹളം. എന്ത് രസമല്ലേ. നമ്മുടെ കല്യാണത്തിൽ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കസിൻസ് മാത്രമൊക്കെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയാണ് നമ്മൾ ഫൈനലി എല്ലാവരും പോയപ്പോൾ, ഫാമിലി എല്ലാവരും പോയപ്പോൾ ലാസ്റ്റ് നമ്മളുടെ ഒരു ഡാൻസോട് കൂടി ഈ ഒരു കല്യാണ ഫംഗ്ഷൻ അങ്ങനെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു, നല്ലൊരു എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, സീ യു, ടേക്ക് കെയർ. പിന്നെ നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനും താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് വരുന്നുണ്ട് തിരിച്ചും. ബൈ.